64ാമത് സംസ്ഥാനതല സ്കൂൾ കലോത്സവത്തിനായിട്ട് തൃശൂർ ജില്ല ഒരുങ്ങിക്കഴിഞ്ഞു. തൃശൂർ ജില്ല ആതിഥേയത്വം വഹിക്കുന്നത് കൊണ്ട് തന്നെ തൃശൂർ ജില്ലക്കാർക്ക് ഇത് ശരിക്കും വലിയൊരു ആഘോഷമാണ്. പൂരങ്ങളും പെരുന്നാളും ഒക്കെ ആഘോഷിക്കുന്ന തൃശൂർക്കാരുടെ വലിയൊരു ആഘോഷമാണ് ജനുവരി 14 മുതൽ 18 വരെയുള്ള 5 ദിവസങ്ങളിൽ ഇവിടെ നടക്കാനായിട്ട് പോകുന്നത്. 25 വേദികളിലായിട്ട് വിവിധ മത്സരങ്ങൾ നടക്കുമ്പോൾ നമ്മൾ TCV അത് ശരിക്കും ആഘോഷിക്കുകയാണ്. അതിന് 14-ാം തീയതി വരെ വെയിറ്റ് ചെയ്യുന്നില്ല, ഇപ്പോഴേ ആഘോഷം തുടങ്ങുകയാണ്. ഇപ്പം നമ്മളുള്ളത് വിവേകോദയം സ്കൂളിലാണ്. ഇവിടെ ഒരു ലോഞ്ചിങ് സെറമണിയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതായത് TCV പ്രേക്ഷകരിലേക്ക് കലാപൂരം, അതായത് കലാവിശേഷങ്ങൾ എല്ലാം എത്തിക്കാനായിട്ട് ഒരു ക്യാമ്പയിൻ സ്റ്റാർട്ട് ചെയ്യുകയാണ്. പൂരങ്ങളുടെ നാടായ തൃശ്ശൂരിൽ നിന്നും കലാപൂരം എന്നുള്ള പേരിൽ ഒരു ക്യാമ്പയിൻ നടത്തുമ്പോൾ നമ്മൾ ആരെ ക്ഷണിക്കും എന്നുള്ളൊരു സംശയം വന്നപ്പോൾ എല്ലാവരുടെ മനസ്സിൽ വന്ന ഒരൊറ്റ പേരാണ് കുട്ടികളുടെ പ്രിയ സുഹൃത്തായിട്ടുള്ള നമ്മുടെ തൃശ്ശൂർ ജില്ലാ കളക്ടറായ ശ്രീ അർജുൻ പാണ്ഡ്യൻ IAS. അദ്ദേഹത്തെ തന്നെ ക്ഷണിക്കാനുള്ള ഒരു തീരുമാനത്തിൽ നമ്മൾ എത്തുകയായിരുന്നു. അദ്ദേഹമാണ് ഇന്ന് കലാപൂരത്തിന് ഇവിടെ ലോഞ്ച് ചെയ്യുന്നത്. ആരംഭിക്കുന്ന കലാപൂരത്തിന്റെ തുടക്കമാണ് ഇന്നത്തെ ദിവസം. എന്തായാലും നമ്മുടെ സ്കൂളുകളിലേക്ക്, നമ്മുടെ ജില്ലയിലെ പല സ്കൂളുകളിലേക്കും ഉൾപ്രദേശങ്ങളിലേക്കും ഈ ഒരു എത്തിയിട്ട് എല്ലാ കുട്ടികളുടെയും കഴിവ് പുറത്തോട്ട് കൊണ്ടുവരാനുള്ള ഒരു അവസരമാവട്ടെ എന്നും കൂടെ ആശംസിക്കുകയാണ്. കാരണം ഈ കലോത്സവം എന്ന് പറഞ്ഞാൽ സംസ്ഥാന കലോത്സവം ഇവിടെ നടക്കുമ്പം അതിൽ പങ്കെടുക്കുന്ന കുട്ടികൾ മാത്രമല്ല, നമ്മുടെ ജില്ലയിലെ എല്ലാ കുട്ടികൾക്കും ഇതിൻ്റെ ഒരു സന്ദേശവും അതിൻ്റെ ഒരു ആവേശം എത്തണമെന്നുള്ളതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പോൾ അത് ഇതിലൂടെ സാധിക്കുമെന്നുള്ളതാണ് വിചാരിക്കുന്നത്. ഇനി വളരെ കുറച്ച് ദിവസം മാത്രമേ ഉള്ളൂ കലോത്സവത്തിനായിട്ടുള്ള ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായ? അതെ, ഒരുക്കങ്ങളൊക്കെ അവസാന ഘട്ടത്തിലാണ്. നല്ല പ്രോപ്പറായിട്ട് പോകുന്നുണ്ട്. അതിൻ്റെ റിവ്യൂ മീറ്റിംഗ്സ് ഒക്കെ നടക്കുന്നുണ്ട്. വെന്യൂസിൻ്റെ ഒക്കെ ഏകദേശം ഫൈനൽ സ്റ്റേജിലാണ്. 10-ാം തീയതിക്കകം എല്ലാം പൂർത്തീകരിക്കുന്ന രീതിയിലാണ് എല്ലാം പോയിക്കൊണ്ടിരിക്കുന്നത്. ഏകദേശം 12 തൊട്ട് ഏകദേശം എല്ലാ ഒരു കലോത്സവത്തിൻ്റെ ആവേശത്തിലോട്ട് മാറും. കാരണം 12 തൊട്ട് തന്നെ ഓരോ പ്രോഗ്രാംസ് ഉണ്ട്. ഇപ്പോ കഴിഞ്ഞ കലോത്സവത്തിലെ കപ്പ്, സ്വർണ്ണക്കപ്പ് ഇരിക്കുന്നത് തൃശ്ശൂർ ജില്ലയുടെ പക്കലാണല്ലോ. അപ്പൊ അത് നിലനിർത്തണം എന്നുള്ളൊരു ആവേശം തൃശ്ശൂർക്കാർക്കും ഉണ്ടായിരിക്കും, സാറിനും ഉണ്ടാവുമല്ലോ. അതെ, തീർച്ചയായും അത് ഇവിടുന്ന് പോകാൻ പാടില്ല എന്നുള്ളതാണ് എല്ലാവരുടെയും ആഗ്രഹം. അത് നമ്മുടെ മിടുക്കരായിട്ടുള്ള കുട്ടികൾ എല്ലാവരും നല്ലോണം പ്രയത്നിക്കുന്നുണ്ട്. അതെന്തായാലും നടക്കുമെന്നാണ് വിചാരിക്കുന്നത്. വിവേകോദയം സ്കൂളിലെ പ്രിൻസിപ്പൽ ആയിട്ടുള്ള പത്മജ ടീച്ചറാണ് നമ്മുടെ കൂടെ ഉള്ളത്. മാം, എങ്ങനെയുണ്ട് കലോത്സവത്തിനുള്ള ഒരുക്കങ്ങളൊക്കെ ആയോ? നല്ലവണ്ണം നടക്കുന്നുണ്ട്. കഴിഞ്ഞ വർഷം നമ്മൾ നേടിയെടുത്തിട്ടുള്ള സ്വർണ്ണക്കപ്പ് നമ്മുടെ കയ്യിൽ നിന്ന് പോകാതിരിക്കാനായിട്ട് വിവേകോദയത്തിന്റെ 55 പോയിന്റും സഹായിക്കട്ടെ എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. എല്ലാ കുട്ടികൾക്കും ഞങ്ങൾ ആ ഒരു പിൻബലം കൊടുക്കുന്നുണ്ട്. നന്നായി ഞങ്ങൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കണം. ഒരു ആവേശത്തോടു കൂടിയുള്ള പ്രാക്ടീസ് നടന്നുകൊണ്ടിരിക്കുകയായിരിക്കുമല്ലോ. എല്ലാ കുട്ടികളുടെയും രക്ഷിതാക്കളുടെയും അധ്യാപകരുടെയും ഒക്കെ സഹകരണത്തോടു കൂടി നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. വിവേകോദയം സ്കൂളിലെ HM ആണ്. പക്ഷേ എങ്ങനെയുണ്ട് കലോത്സവം? നല്ല രീതിയിൽ വളരെ നമ്മൾ തൃശ്ശൂർ ആതിഥേയത്വം വഹിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു തരം, പിന്നെ തൃശ്ശൂർ പട്ടണത്തിലെ ഹൃദയഭാഗത്ത് നിൽക്കുന്ന വിവേകോദയ സ്കൂള് ഞങ്ങളുടെ ഒരു സാന്നിധ്യം നിസ്സാരമെല്ലാം നമുക്ക് കൃത്യമായിട്ട് അറിയാം. നമ്മുടെ കുട്ടികളും രക്ഷകർത്താക്കളും അധ്യാപകരും എല്ലാവരും ഒറ്റക്കെട്ടായിട്ടാണ് നമ്മുടെ ഈ കലോത്സവത്തിനെ വരവേൽക്കാൻ ശ്രമിക്കുന്നത്. നമ്മുടെ ഹൈസ്കൂൾ വിഭാഗത്ത് നിന്ന് ഇപ്രാവശ്യം ചെണ്ടമേളാണ്. പൂരങ്ങളുടെ നാട്ടിൽ നിന്ന്, ചെണ്ടമേളത്തിന്റെ നാട്ടിൽ നിന്ന് ഹയർ സെക്കൻഡറിയിലെ കുട്ടികളും ഹൈസ്കൂളിലെ കുട്ടികളും 2 വിഭാഗത്തിലായിട്ട് ജില്ലയിൽ നിന്ന് 1ാം സമ്മാനം നേടി സംസ്ഥാന കലോത്സവത്തിൽ മത്സരിക്കുകയാണ്. വളരെ അഭിമാനപൂർവ്വമാണ് നമ്മുടെ കുട്ടികളെ കാണുന്നത്. അഭിമാനപൂർവ്വമാണ് നമ്മൾ ഈ കലോത്സവത്തിനെ നമ്മൾ നോക്കിക്കാണുന്നത്. സജീവ് മാഷിന്റെ വാക്കുകളാണ് നമ്മൾ കേട്ടത്. കുട്ടികളും അധ്യാപകരും എല്ലാവരും ആവേശത്തിലാണ്. കലോത്സവം എങ്ങനെയൊക്കെ നമുക്ക് ആ കപ്പ് നിലനിർത്താം എന്നുള്ള ഒരു ആലോചനയിലും അതിനുള്ള തകൃതിയായിട്ടുള്ള തയ്യാറെടുപ്പിലുമാണ് എല്ലാവരും ഉള്ളത്. സാറ് കലോത്സവത്തിലൊക്കെ പങ്കെടുക്കാറുണ്ടോ ചെറുപ്പത്തില്? ഇല്ല, ഞാൻ കലോത്സവത്തിൽ അങ്ങനെ പങ്കെടുത്തിട്ടില്ല. സ്കൂൾ തലത്തിൽ പോലും അത്ര ആക്റ്റീവായിട്ട് പങ്കെടുത്തിട്ടില്ല. ഇവിടെ വന്നതിന് ശേഷമാണ് ഇതിലേക്ക് ആക്റ്റീവായിട്ട് പങ്കെടുക്കല്ല, ഓർഗനൈസിങ് അതുമായിട്ട് ബന്ധപ്പെട്ട് ആക്റ്റീവായിട്ട് നിൽക്കുന്നത്. അപ്പൊ കലോത്സവം നടക്കുന്ന സമയത്ത് പരിപാടികൾ കാണാനുള്ള സമയം അധികം കിട്ടുന്നുണ്ടാവില്ല. എങ്കിലും ഏത് പരിപാടി കാണുന്ന, ഏതൊരു ഐറ്റം കാണുന്നതിനോടാണ് താല്പര്യം? അങ്ങനെ ഉണ്ടോ? അല്ല, അങ്ങനെ പ്രത്യേകിച്ചില്ല. പക്ഷെ എല്ലാം ഒന്ന് ജസ്റ്റ് ഒന്ന് കാണണമെന്നുണ്ട്, കുറച്ചൊക്കെ കാണണമെന്നുണ്ട്. ഫുള്ളായിട്ട് ആ ദിവസങ്ങളിൽ പരമാവധി നമ്മൾ ഷെഡ്യൂൾ ഇങ്ങനെ ഫ്രീ ആയിട്ടാണ് വെച്ചേക്കുന്നത്. കാരണം കലോത്സവമായിട്ട് ബന്ധപ്പെട്ട് പല കാര്യങ്ങളും ഉണ്ടാവും. പിന്നെ കുറച്ച് ഈവൻസും കുറച്ച് കാണാന്നുള്ള രീതിക്കാണ് വിചാരിച്ചിട്ടുള്ളത്. ആ ദിവസങ്ങളിൽ കാണാം എങ്ങനെയാന്നുള്ളത്. TCVയുടെ കലാപൂരം തുടങ്ങുമ്പോൾ നമ്മളുള്ളത് വിവേകോദയം സ്കൂളിലാണല്ലോ. ഇവിടുന്ന് 25ഓളം കുട്ടികളാണ് സ്റ്റേറ്റ് കലോത്സവത്തിൽ പങ്കെടുക്കാൻ എത്തുന്നത്. ഏകദേശം 70 പോയിന്റോളം അവര് മത്സരിച്ച് ജയിച്ച് നമ്മുടെ സ്വർണ്ണ കപ്പിനായിട്ട് തരാനായിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പൊ അവരുടെ പ്രാക്ടീസ് ഒക്കെ തകൃതിയായിട്ട് നടക്കുന്നുണ്ട്. നമുക്കൊന്ന് കണ്ടാലോ? അതെ, നോക്കുകയാണെങ്കിൽ ഇതുപോലത്തെ ഒരുപാട് സ്കൂളുകളുണ്ട്. വിവേകോദയം പോലെ തന്നെ ചില സ്കൂളിൽ നിന്നാണ് ഒരുപാട് പോയിന്റ്സ് വരുന്നത്. ഒരുപാട് നല്ല ടാലന്റഡ് ആയിട്ടുള്ള കുട്ടികൾ പല ഈവെന്റ്സിലും വരുന്നുണ്ട്. അങ്ങനത്തെ സ്കൂളൊക്കെയാണ് കൂടുതൽ നമ്മൾ കഴിഞ്ഞ വർഷം ഈ നമുക്ക് സ്വർണ്ണക്കപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് സഹായിച്ച പ്രധാനപ്പെട്ട ആ സ്കൂളുകളാണ്. നമ്മൾ തീർച്ചയായിട്ടും TCV
ജില്ലയുടെ പല ഭാഗത്തുള്ള സ്കൂളുകളിലേക്ക് അതുപോലെ നാട്ടിന്റെ ഉൾപ്രദേശങ്ങളിലേക്കൊക്കെ എത്താൻ ശ്രമിക്കുന്നുണ്ട്. കാരണം കലോത്സവം എന്ന് പറയുന്നത് പങ്കെടുക്കുന്ന വിദ്യാർത്ഥികളുടെ മാത്രമല്ലല്ലോ, നമ്മൾ തൃശ്ശൂർക്കാരെ എല്ലാവരും ഇതൊരു ആഘോഷമായിട്ട് ഇവിടെ കാണാനായിട്ട് എത്തണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളുണ്ടല്ലോ. അപ്പൊ അവരുടെ വിശേഷങ്ങൾ അറിയാനും വിശേഷങ്ങൾ അവരിലേക്ക് എത്തിക്കാനും ഒക്കെ ആയിട്ട് നമ്മൾ കലാപൂരം ഇങ്ങനെ തുടങ്ങുകയാണ്. അപ്പൊ അതിന്റെ ഒരു സ്റ്റാർട്ടിങ് നമുക്ക് ഇവരുടെ പ്രാക്ടീസും കാര്യങ്ങളൊക്കെ കണ്ടു തന്നെ തുടങ്ങാം അല്ലെ. പൂരങ്ങളുടെ നാടായ തൃശ്ശൂര് ശരിക്കും ഇവര് പല വർഷങ്ങളായിട്ട് ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗങ്ങളിൽ നിന്ന് കലോത്സവത്തിൽ പങ്കെടുക്കുന്ന കുട്ടികളാണ്. എങ്ങനെയുണ്ട് ഇവരുടെ പ്രാക്ടീസ്, എങ്ങനെ പോകുന്നു സാറിന് എന്താ തോന്നുന്നത്? ശരി, അപ്പൊ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. നമ്മൾ എന്തായാലും ഇത് കഴിഞ്ഞിട്ട് ഇവന്റ് കഴിഞ്ഞിട്ട് നമ്മൾ മെഡലോട് കൂടിയിട്ട് അല്ലെ കപ്പോട് കൂടിയിട്ട് കാണാം. ശരി, അടിപൊളിയാക്കി. അപ്പൊ ഇതാണ് ചെണ്ടമേളം ടീം ഫ്രം വിവേകോദയം. അപ്പൊ നമ്മള് ചെണ്ടമേളം കണ്ടു കഴിഞ്ഞു. ഇനി എല്ലാവരും ഒരുപോലെ കാണാനും കേൾക്കാനും ഇഷ്ടപ്പെടുന്ന ഒന്നാണല്ലോ നാടൻ പാട്ട്. അപ്പൊ നാടൻ പാട്ട് അവതരിപ്പിക്കുന്ന കുട്ടികളാണ്, നമുക്ക് അതും കൂടെ ഒന്ന് കാണാം അല്ലെ. അവരാരും അറിയിട്ടില്ല നമ്മുടെ നാടൻ പാട്ട് ടീം. നാടൻ പാട്ട് എന്ന് പറയുമ്പോൾ നമുക്കറിയാലോ, നമ്മൾ കാണാനിരിക്കുന്നവരും ഇതിൽ പങ്കുചേരുന്ന രീതിയിൽ അത്ര ഇന്ററാക്റ്റീവ് ആയിട്ട് നാടൻ പാട്ട് അവതരിപ്പിക്കുന്ന കുട്ടികളാണ്. ഇതിൽ തന്നെ പാർവതി 3 ഐറ്റംസിൽ പങ്കെടുക്കുന്നുണ്ട്. ഏതൊക്കെയാണ്? കഥകളി, സംഗീതവും സംസ്കൃതപദ്യം, നാടൻ. അങ്ങനെ വലിയൊരു പ്രതീക്ഷയുള്ള ഒരു ടീമാണ്. അതെ അതെ, നല്ല പെർഫോമൻസ് ആണ്. ഇപ്പൊ ഇത്രയും പേര് നിന്നിട്ട് നല്ല ഒരു പെർഫോമൻസ് ആണ് കാഴ്ചവെച്ച്. കലാപരമായിട്ടുള്ള വാല്യുവേഷൻ എനിക്കറിയില്ല, പക്ഷെ എന്തായാലും നല്ല ഒരു പെർഫോമൻസ് ആണ് അവർ കാഴ്ചവെച്ചത്. എന്തായാലും കലോത്സവത്തിൽ നല്ലൊരു പെർഫോമൻസ് അവർ കാഴ്ചവെക്കും. ഉറപ്പായിട്ടും നല്ലൊരു റിസൾട്ട് ഉണ്ടാവും. ഇനി അടുത്തത് ആരൊക്കെയാണ് നമ്മുടെ സ്കൂളിൽ നിന്ന്? മലയാളം പദ്യം ചൊല്ലൽ അനുഗ്രഹ, മോണോ ആക്ട് നിരഞ്ജൻ വാദ്യാൻ, അതുൽ കൃഷ്ണ ഭരതനാട്യം കുച്ചിപ്പുടി, മുഹമ്മദ് സാദിഖ് മലയാളം കഥാരചന, നങ്ങിയാർകൂത്ത് മറ്റു ഐറ്റങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അവരിവിടെ ഇല്ല, കൂടിയാട്ടക്കാരും ഇവിടെ എത്തിയിട്ടില്ല. ഉള്ളവര് ഇവിടെ വന്നിട്ടുണ്ട്. അടിപൊളിയൊക്കെ എല്ലാ ഓൾ ദ ബെസ്റ്റ്. അപ്പൊ ശരി, ഓൾ ദ ബെസ്റ്റ്. നമ്മളെ മുന്നേ കണ്ടിട്ടില്ലേ പരിപാടിക്ക്? ഓക്കെ, ശരി ശരി. ഗസ്റ്റ് ആയിട്ടുണ്ടായിരുന്നു. ഓ ശരി ശരി, ഓക്കെ. അതെ അതെ, കഴിഞ്ഞ വർഷം പങ്കെടുത്ത ഒരു പരിപാടി, സ്കൂളിന്റെ പരിപാടി അഭിനയിച്ചിട്ടുണ്ടല്ലോ അല്ലേ? അതെ അതെ, ഓക്കെ. ഓൾ ദ ബെസ്റ്റ്. അപ്പൊ ഹയർ സെക്കൻഡറി വിഭാഗം ചെണ്ടമേള അവതരിപ്പിക്കുന്ന കുട്ടികളല്ലേ? മാരാരുടെ മകൻ കാർത്തിക് മാരാരാണ് ഇവരുടെ ഗുരുക്കൻ. ജില്ലയില് കുറച്ചു കാലമായിട്ട് നമ്മൾ സ്കിപ്പ് ചെയ്ത് പോവാണ്, പക്ഷെ ഇപ്രാവശ്യം അവര് അത് ഓവർകം ചെയ്തു. വളരെ നല്ലൊരു പെർഫോമൻസ് ആയിരുന്നു. വി ആർ വെരി പ്രൗഡ് ഓഫ് ദം. തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും അഭിമാനമാണ്. നമ്മുടെ കുട്ടികൾ സ്റ്റേറ്റ് കലോത്സവത്തിൽ നമ്മുടെ തൃശ്ശൂർ ജില്ലയ്ക്ക് വേണ്ടി മത്സരിക്കുകയാണല്ലോ. ഇനി നമുക്ക് സ്റ്റേറ്റ് ലെവൽ മത്സരത്തിൽ കവിത ചൊല്ലുന്ന കുട്ടിയുടെ കവിത ഒന്ന് കേട്ടാലോ? കവി ബാലചന്ദ്രൻ ചുള്ളിക്കാടിന്റെ പിറക്കാത്ത മകന് എന്ന കവിത. ലോകാവസാനം വരേക്കും പിറക്കാതെ പോകട്ടെ നീ മകനെ, ലോകാവസാനം വരേക്കും പിറക്കാതെ പോകട്ടെ നീ മകനെ,
നരകങ്ങൾ വാപ്പിളർക്കുമ്പോൾ എരിഞ്ഞു വിളിക്കുവാൻ ആരെനിക്കുള്ളൂ, നീയല്ലാതെങ്കിലും. പെറ്റു വീഴാനിടമെങ്ങു നിനക്ക്, അന്യർ വെട്ടിപ്പിടിച്ചു കഴിഞ്ഞൊരീ ഭൂമിയിൽ. സർപ്പം കടിച്ച മുല കടഞ്ഞമ്മ നിൻ ചുണ്ടത്തറിവു ചുരത്തുന്നതെങ്ങനെ? പേര് അനുഗ്രഹ. ക്ലാസിക്കൽ നൃത്തം അവതരിപ്പിക്കുന്ന ആൺകുട്ടികളെ നമ്മൾ വളരെ കൗതുകത്തോടു കൂടി കാണാറുണ്ട്. 2 ഐറ്റത്തില് ഫസ്റ്റ് കിട്ടി സ്റ്റേറ്റ് ലെവലിൽ പങ്കെടുക്കാണ്. പേര് അതുൽ കൃഷ്ണയും ഐറ്റംസ് എന്തൊക്കെയാണ്? ഭരതനാട്യം കുച്ചുപുടി. ഓൾ ദ ബെസ്റ്റ്. അപ്പോൾ അടിപൊളിയാക്കാം. മുഹമ്മദ് സാബിത്ത്. കഴിഞ്ഞ പ്രാവശ്യം പങ്കെടുത്തിട്ടുണ്ടായിരുന്നോ? ആദ്യമായിട്ടാണ് സംസ്ഥാന തലത്തിൽ. ഓൾ ദ ബെസ്റ്റ്. അപ്പോൾ ശരി. നിരഞ്ജന്റെ മോണാക്ടിന്റെ ചെറിയൊരു പോർഷൻ നമുക്ക് കണ്ടാലോ? ഇതെന്തെന്നാ ചെയ്യണത്? ശേ, അന്നോട് ഞാൻ പലവട്ടം പറഞ്ഞിട്ടില്ലേ, കായില്ലാലേ. ഇനി ഒരു കാര്യം ചെയ്യും, ഇനി പോയിട്ട് നാളെ വാ. ചെറിയൊരു പോർഷൻ നമുക്ക് വേണ്ടി. നിരഞ്ജൻ ഏത് സിനിമയിലൊക്കെ അഭിനയിച്ചു? ഞാൻ കൊറോണ പേപ്പേഴ്സും ഓളവും തീരും. ഭാവിയിലൊരു സിനിമാ അതെ താരമാണ്. അതെ അതെ, റൈസിംഗ് സ്റ്റാർ ആണ്. ഓൾ ദ ബെസ്റ്റ്. അങ്ങനെ ജനുവരി 14 മുതൽ 18 വരെയുള്ള 5 ദിവസങ്ങളിൽ നമ്മൾ ശരിക്കും ആഘോഷിക്കാൻ പോവാണ്. TCVയുടെ കലാപൂരം ദാ ഇവിടെ നിന്ന് തുടങ്ങുകയാണ് കേട്ടോ. അപ്പോൾ 5 ദിവസങ്ങളും ആരും മറക്കണ്ട. കലോത്സവ വിശേഷങ്ങളെല്ലാം തന്നെ മെയിൻ സ്റ്റേജുകളിൽ നിന്ന് എല്ലാം ഉള്ള വിശേഷങ്ങളും അതുപോലെ 25 വേദികളിൽ നടക്കുന്ന കാര്യങ്ങളെല്ലാം TCV പ്രേക്ഷകരിലേക്ക് തത്സമയം നമ്മൾ എത്തിക്കുന്നുണ്ട്. TCV ഫേസ്ബുക്ക് യൂട്യൂബ് പേജുകളിലും അതുപോലെ തന്നെ ചാനലിലും നിങ്ങൾക്ക് വിശേഷങ്ങളെല്ലാം തത്സമയം കാണാവുന്നതാണ്. അപ്പൊ ഈ ഒരു ആഘോഷം നമ്മൾ തുടങ്ങല്ലേ? അപ്പൊ ഞാൻ ഇനി ഒരു വൈറൽ ചോദ്യം ചോദിക്കട്ടെ സർ. അതായത് നമ്മൾ ഈ കപ്പ് നിലനിർത്തി കഴിഞ്ഞാൽ സ്കൂളിന് അവധി കിട്ടുമോ? അതെ, നമ്മുടെ എപ്പോ കുട്ടികളെ കണ്ടു കഴിഞ്ഞാലും ഒരു അവധിയാണ് ചോദിക്കാറ്. അപ്പൊ അവരോട് പറയാറ് എന്തെങ്കിലും കാരണം വേണ്ടിയിരുന്നു. ഒന്നേ മഴ പെയ്യണം, വേറെ എന്തെങ്കിലുമൊക്കെ കാരണം വേണം. അപ്പൊ ഇപ്പൊ കുട്ടികൾ കണ്ടപ്പോ ഞാൻ പറഞ്ഞാണ്, കഴിഞ്ഞ വർഷം നമ്മള് കപ്പ് കിട്ടിയപ്പോഴത്തേക്ക് അവധി കൊടുത്തായിരുന്നു. അതേപോലെ തന്നെ ഈ വർഷവും കൊടുക്കണമെന്നാണ് എനിക്ക് ആഗ്രഹം. നമ്മുടെ എല്ലാ കുട്ടികളും വിചാരിച്ചോണ്ട് കപ്പ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്കൊരു ദിവസം ഫുള്ളായിട്ട് അവധി. സംസ്ഥാനതല സ്കൂൾ കലോത്സവത്തിനായി തൃശ്ശൂർ ഒരുങ്ങി കഴിഞ്ഞു. അപ്പോൾ തൃശ്ശൂരിന്റെ ഒരുക്കങ്ങളോടൊപ്പം തന്നെ നമ്മുടെ TCVയും വലിയ ഒരുക്കങ്ങളാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ TCV മാനേജിംഗ് ഡയറക്ടേഴ്സ് ആണ് നമ്മുടെ കൂടെ ഉള്ളത്. കലാപൂരത്തിന്റെ വിശേഷങ്ങൾ നമുക്ക് അവരായിട്ട് ചോദിച്ചറിയാം. എന്തൊക്കെയാണ് നമ്മൾ TCV പ്ലാൻ ചെയ്തിട്ടുള്ളത് ഈ ഒരു കലോത്സവവുമായി ബന്ധപ്പെട്ടതെന്ന്. നാസർ സർ, എന്തൊക്കെയാണ് TCVയുടെ പദ്ധതികൾ? TCV ഈ കലോത്സവവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന കലോത്സവം തൃശ്ശൂർ ജില്ലയിൽ കുറേ നാളുകൾക്ക് ശേഷമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായി തന്നെ TCV കലാപൂരം തന്നെയാണ് ഇവിടെ സംഘടിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇന്നു മുതൽ തന്നെ തൃശ്ശൂർ കലോത്സവത്തിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. മാത്രമല്ല, നിങ്ങൾ ഈ 14-ാം തീയതി മുതൽ രാവിലെ 9 മണി മുതൽ തന്നെ രാത്രി പരിപാടി അവസാനിക്കുന്നത് വരെ ലൈവ് ടെലികാസ്റ്റിംഗ് ഉണ്ടാവും. നമ്മൾ TCVക്ക് മുൻപ് പല അവാർഡുകളൊക്കെ ലഭിച്ചിട്ടുണ്ട് മികച്ച രീതിയിൽ കവറേജ് ചെയ്തതിനൊക്കെ. ഇപ്പം നമ്മൾ ഇരിങ്ങാലക്കുടയിൽ കഴിഞ്ഞ ഡിസ്ട്രിക്ട് ലെവൽ കലോത്സവത്തിനാണെങ്കിലും വളരെ നല്ലൊരു രീതിയിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ വിവരങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ സംസ്ഥാന തലത്തേക്ക് വരുമ്പോൾ എങ്ങനെയൊക്കെയാണ് മണി സാറെ നമ്മൾ നോക്കിക്കാണുന്നത്? നമ്മളിപ്പോൾ വളരെ വിപുലമായിട്ടുള്ള ഒരുക്കങ്ങളാണ് ചെയ്തിട്ടുള്ളത്. മുഴുവൻ സമയം ലൈവായിട്ട് കൊടുക്കാൻ തന്നെയുള്ള കാര്യങ്ങളും അതുപോലെ നമ്മുടെ സ്റ്റുഡിയോയിൽ എത്തുന്ന എല്ലാ കുട്ടികളുടെയും ഇൻ്റർവ്യൂ എടുക്കാനും നമ്മൾ 6-ലധികം വരുന്ന റിപ്പോർട്ടേഴ്സിനും ക്യാമറാമാരും അതിനുവേണ്ടി മാത്രം തയ്യാറാക്കിയിട്ടുണ്ട്. മറ്റുള്ള വേദികൾ എത്രത്തോളം നമുക്ക് കവർ ചെയ്യാൻ പറ്റുമോ അത്രത്തോളം വേദികൾ നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. സ്റ്റോറികളുടെ എണ്ണം നമ്മൾ വളരെയധികം, ഒരു ദിവസം 50-ലധികം സ്റ്റോറികൾ ചെയ്യണമെന്നാണ് നമ്മളിപ്പോൾ വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ അത്രയും നല്ല രീതിയിൽ നമ്മൾ TCV എല്ലാ ഒരുക്കങ്ങളും നടത്തി വെച്ചിട്ടുണ്ട്. കലോത്സവം വരാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുക. ആ ഒരു കാത്തിരിപ്പിലാണ് നമ്മുടെ TCVയും അതുപോലെ തന്നെ TCV പ്രേക്ഷകരും. നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് ആഘോഷിക്കാം ഈ കലാപൂരം.